ഇന്ന് ജൂൺ 19 റീഡിംഗ് ഡേ. ഞാനും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ഒരു ടൈമിൽ കുറച്ച് മിഷണറീസിൻ്റെ ബുക്സൊക്കെ എൻ്റെ കയ്യിൽ കിട്ടാൻ ആഗ്രഹിച്ച ഒരു ടൈം എനിക്കുണ്ടായിരുന്നു. ഓരോ പാസ്റ്റേഴ്സും മിഷണറീസും ഒക്കെ വന്നിട്ട് അവരുടെ ടെസ്റ്റിമണീസൊക്കെ പറയുമ്പോൾ, അവരിങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ പറയുമ്പോൾ എനിക്കും അവരുടെ സ്റ്റോറീസ് വായിക്കാനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടാനൊക്കെ ഉള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു പുസ്തകമാണ് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ഈ ഒരു പുസ്തകം. ഇതെന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തൊരു പുസ്തകമാണ്. പക്ഷേ ഞാൻ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് പഴയതുപോലെ ഒന്ന് പുസ്തകങ്ങൾ വായിച്ച് ഇരിക്കാൻ ടൈം കിട്ടാറില്ല. എങ്കിൽ പോലും ഒന്നിച്ച് ഇരുന്ന് ഒരു പുസ്തകം എടുത്താൽ അത് ഒന്നിച്ച് വായിച്ച് തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. എങ്കിലേ നമുക്ക് അതിനകത്തുള്ള അത് നമ്മുടെ ഉള്ളിലോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ, പരദേശി മോക്ഷയാത്ര, ദ ചാലഞ്ച് ഓഫ് മിഷൻസ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടി, ജോനി എന്ന പെൺകുട്ടിയുടെ ഈ ഒരു പുസ്തകം ഒത്തിരി മനോഹരമായൊരു പുസ്തകമാണ്. ജോർജ് വെർവർ, ഇറ്റിറ്റു വീഴുന്ന നീർത്തുള്ളി, ഡേവിഡ് ലിവിങ്സ്റ്റൺ, സാധു സുന്ദർ സിംഗ്. പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോൾ CT സ്റ്റഡിൻ്റെ പുസ്തകമാണ്. അങ്ങനെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് റീഡിംഗ് ഡേ ആയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഓരോ മിഷണറിമാരും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസൊക്കെ അവരുടെ ജീവചരിത്രം മറ്റൊരു വ്യക്തിയൊക്കെ ആയിട്ട് ഒരു പുസ്തകമായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ശരിക്കും അവരുടെ ലൈഫ് സ്വാധീനിക്കപ്പെട്ടത് ഒരു പുസ്തകം വായിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. അതിനേക്കാട്ടിലുപരി ഈ സത്യവേദ പുസ്തകം ഇത് വായിച്ചിട്ടാണ് ഓരോ മിഷണറിമാരും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങണമെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ വചനമാണ് അവരെയൊക്കെ ഇൻസ്പയർ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുസ്തകങ്ങളോടുള്ള ആഗ്രഹം കാരണം ഒരു ടൈമിൽ ഒരു പുസ്തകം പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു, ഒരു പുസ്തകം എനിക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടും വായിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. പക്ഷേ എൻ്റെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പെയിൻഫുള്ളായിട്ടുള്ള അനുഭവത്തിലൂടെ ഞാൻ കടന്നു വന്നൊരു വ്യക്തിയാണ്. എൻ്റെ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ. എന്നാൽ മറ്റ് സ്ട്രഗിൾസോ അല്ലെങ്കിൽ വീട്ടിലല്ല മറ്റ് പ്രോബ്ലംസോ ഒന്നും ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും എന്നെ ദൈവം ഒത്തിരി ഘട്ടത്തിലൂടെ ദൈവം പണിതുകൊണ്ട് വന്നതാണ്. എൻ്റെ ഓരോ പെയിനകത്തും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ എൻ്റെ കർത്താവിനോടാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ യേശുപ്പച്ചനായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈബിള് ഏകദേശം ഒരു 15 ഇയേഴ്സായി. ഇത് എനിക്ക് വേറെ 2 ബൈബിൾ ഉണ്ടെങ്കിൽ പോലും എന്നോട് 1-2 പേര് ചോദിച്ചു ഇതെന്താ ബൈൻഡ് ചെയ്യാത്തതെന്ന്. ഞാൻ ആക്ച്വലി ഇത് മൈൻഡ് ചെയ്യാത്ത, ഞാൻ ഒരിടത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് പോകും. അതുകൊണ്ടാണ് ഞാനിത് ബൈൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു പുസ്തകമാണ് ഈ തിരുവചനം, ഈ ബൈബിൾ, ഈ ബൈബിൾ. ഞാൻ എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എല്ലാം ഓരോ വട്ടങ്ങളിലും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ യേശുപ്പച്ചൻ്റെ അടുത്ത് പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എനിക്ക് വചനത്തിലൂടെ ഒന്ന് സംസാരിക്കണേ എന്ന് പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് സംസാരിച്ച് ഞാൻ അതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നോട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചില സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ പോലും ഈ ബൈബിൾ എടുത്തെടുത്ത് മറ്റ് ബൈബിൾ ഉണ്ടെങ്കിൽ പോലും ഇതെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കിട്ടുന്നത്. ഞാൻ അന്നേരം എൻ്റെ ലൈഫ് ഇങ്ങനെ ഓർക്കും. ഞാൻ കടന്നു പോയി അല്ലെങ്കിൽ ദൈവം എന്നെ കടത്തിവിട്ട് ഓരോ വഴികളിലൂടെ ഞാൻ പോയപ്പോൾ ഈ വചനം വായിച്ചാണ് എന്നെ ബലപ്പെടുത്തിയതും, അല്ലെങ്കിൽ ഈ വചനം തന്നാണ് കർത്താവിനെ ബലപ്പെടുത്തി. ഈ വചനം വായിച്ചാണ് ഞാൻ ബലപ്പെട്ടത്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടതും എല്ലാം ഇതിനകത്തുനിന്ന് ഈ സുവിശേഷമാണ്, ഈ സത്യവേദ പുസ്തകമാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. അപ്പം ഓരോ മിഷണറിമാരും ഇന്ന് റീഡിംഗ് ഡേ ആണല്ലോ, അപ്പോൾ ഓരോ മിഷണറിമാരുടെയും പുസ്തകവും ഇറങ്ങുമ്പോൾ അവരുടെ ആ ഒരു പുസ്തകം അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൻ്റെ പുറകിൽ ഈ തിരുവചനമാണ് അവരെയൊക്കെ ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ ലോകത്ത് മറ്റെല്ലാ പുസ്തകങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ
വിലപ്പെട്ട അല്ലെങ്കിൽ പ്രൈസ് വൈസ് അല്ല, പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു മൂല്യമുള്ള ഒരു പുസ്തകമാണ് ഈ സത്യം, നമ്മുടെ ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിളായിട്ടുള്ള വിലയിൽ ഇന്ന് നമ്മുടെ കരങ്ങളിലൊക്കെ ഇത് കിട്ടും. പക്ഷേ ഈ ഒരു ബൈബിള് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പേജസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്. ഞാൻ ഒരു മിഷണറി ഞങ്ങളുടെ ചർച്ചിൽ വന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ചൈനയിലെ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞിടയായി. അവിടെ ബൈബിളൊന്നും അതിനകത്തോട്ട് കടത്താത്ത ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു മിഷണറി വന്നിട്ട് ഇങ്ങനെ ബൈബിളിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഓരോ പേജസ് അല്ലെങ്കിൽ 3-4 പേജസ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു 1-2 അല്ലെങ്കിൽ 3 പേജിന് വേണ്ടി കാത്തിരുന്ന് അതൊന്ന് വായിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു മുഴുവൻ 66 പുസ്തകങ്ങളായിട്ട് ഒരു ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ അത്ര അറിയത്തില്ല. പക്ഷേ ആ 2 പേജസിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ക്യൂ നിന്ന് അധികാരികൾ കാണാതെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ പോയി പാത്തിരുന്ന് അല്ലെങ്കിൽ ആരും അറിയാതിരുന്ന് വായിക്കുന്ന അനുഭവം. അപ്പോൾ അത്രമാത്രം മൂല്യമുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്ന് ഈ വചനം കിട്ടാത്തതുകൊണ്ട് ഒത്തിരി ഭാഷയിൽ ഇനിയും ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്തതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. നമ്മുടെ ആയുസ്സിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാനും ഈ 66 പുസ്തകങ്ങൾ മുഴുവൻ വെറുതെ വായിച്ചു തീർക്കാനല്ല, ഇത് ഗ്രാസ്പ് ചെയ്ത് കുറേ ടൈംസ് ഇത് വായിക്കാനും നമ്മുടെ ഡെയിലി റുട്ടീൻ ഒക്കെ അപ്പുറമായിട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ആ ഒരു ആഗ്രഹത്തെയും ആഞ്ചയും യേശുപ്പച്ചനോടുള്ള ഇഷ്ടത്തിനകത്ത് ഇതൊന്നെടുത്ത് വായിക്കാനും, സങ്കടങ്ങൾ വരുമ്പോഴും സന്തോഷം വന്നാലും ഈ ബൈബിൾ മറക്കാതെ ഡെയിലി ഒരു 2 നേരം, ഏറ്റവും കുറഞ്ഞത് 2-3 നേരമെങ്കിലും ഇതൊന്നെടുത്ത് വായിക്കാനും ധ്യാനിക്കാനും, രാവിലെയും എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, പകലുമൊക്കെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ഈ ബൈബിൾ എടുത്ത് പേഴ്സണൽ പ്രെയറിനും ഒക്കെ ഈ ബൈബിൾ എടുത്തൊന്ന് വായിച്ച് ഇതിനകത്തിരിക്കുന്ന വചനമൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനിടയായാൽ നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് വരുന്ന സമയത്ത് ഈ വചനം നമ്മളെ ഇൻസ്പയർ ചെയ്യും. അതോടൊപ്പം മിഷണറീസിൻ്റെ സ്റ്റോറീസൊക്കെ വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ അത് വാങ്ങിച്ച് അതൊക്കെ വായിക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇൻസ്പിറേഷനാണ്. അവരുടെ ഓരോ മിഷണറീസിൻ്റെയും ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും. അവർ കടന്നുപോയ കനലേറിയ വഴികൾ, അതിനകത്തൂടെ ദൈവം അവരെ നിർത്തിയതും അവരെ നടത്തിയതും ആ സ്ട്രഗിൾസിനെയൊക്കെ ഓവർകം ചെയ്ത് അവർ ആ ലക്ഷ്യത്തിൽ എത്തപ്പെട്ടതും അവരുടെ അന്ത്യം വരെ ദൈവത്തിന് വേണ്ടി വീറോടെ നിന്നതും രക്തസാക്ഷിയായതൊക്കെ വായിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഈ വേദപുസ്തകത്തിന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ബൈബിൾ എനിക്ക് എന്നും ഒരു പ്രഷ്യസ് ആണ്. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഞാൻ ഈ ബൈബിൾ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് ബൈൻഡ് ചെയ്യാത്ത. പക്ഷേ ഇത് എനിക്കെന്നും എനിക്കെന്നും എൻ്റെ ഒരു ജീവൻ അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ബൈബിൾ. എൻ്റെ ഈ ബൈബിൾ ഓരോരുത്തരുടെ ലൈഫിലും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവൊക്കെ നമ്മളെന്നും സൂക്ഷിച്ചു വെക്കാം. പക്ഷേ ഇത് ജീവനുള്ള ഒരു തിരുവചനമാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം. ഇതിനകത്ത് ദൈവശക്തിയുണ്ട്. അപ്പോൾ ഞാൻ കടന്നുപോയ വിഷമഘട്ടത്തിലൊക്കെ ഈ വചനം എന്നെ ബലപ്പെടുത്തി. ഇത് ഒരു 50 വട്ടം ഒരു ദിവസം ഞാനിങ്ങനെ തുറന്ന് വായിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് യേശുപ്പച്ച എന്നോട് സംസാരിക്കണേന്ന് പറഞ്ഞ് ഞാനിത് തുറന്ന് വായിച്ച് കർത്താവ് എനിക്കൊരു വചനം തരും. ആ വചനം കൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഈ ഒരു ബൈബിൾ എനിക്കെന്നും അത് വിലപ്പെട്ടതാണ്. പിന്നെ അതുകൊണ്ട് ഈ ഓരോ മിഷണറിമാരുടെയും പുറകിൽ ഈ തിരുവചനമാണ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഈ ബൈബിളാണ്. ഇപ്പോൾ റീഡിംഗ് ഡേ ആയിക്കോട്ടെ, വായനയോട് താല്പര്യമില്ലാത്ത ഓരോ വ്യക്തികളും, പ്രത്യേകിച്ചും നമ്മൾ കർത്താവ് യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുക, മിഷണറീസിൻ്റെ സ്റ്റോറീസ് വായിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ഈ വചനം വായിക്കുന്നതോടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, 1-2 പേരെ എനിക്കറിയാം. പഠിക്കാനൊന്നും വലിയ കഴിവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയത്തും കൂടെ ഡ്രോയിക്കകത്ത് മേളിൽ ടേബിളിൻ്റെ മുകളിൽ തുറന്നു വെക്കും.
ഇരിക്കുന്നതിൻ്റെ ടേബിളിൻ്റെ ഡ്രോയ്ക്കകത്ത് ബൈബിൾ എടുത്ത് വെച്ചിട്ട് അത് തുറന്ന് പഠിക്കുന്നതിന് പകരം ഇത് വായിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ആവേശമാണ്. യേശുപ്പച്ചനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അത്രമാത്രം ഇന്ന് ആരും പേരൻസ് വരുമ്പോൾ പെട്ടെന്ന് ഡ്രോ അടയ്ക്കും. അപ്പോൾ പക്ഷേ എല്ലാ ഘട്ടത്തിലും വലിയ മിടുക്കോ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. പക്ഷേ ദൈവം ഇന്ന് എന്താ പറയുക നല്ലൊരു ഒരു പൊസിഷനിൽ എത്താൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ ഈ വചനം വായിക്കുന്നതുകൊണ്ട് നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടത്തേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസും പെയിനും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തു നിന്നൊക്കെ ഓവർകം ചെയ്ത് മുമ്പോട്ട് നടത്താൻ ഈ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ ഈ തിരുവചനം ഈ ജീവിക്കുന്ന ദൈവവചനം ദൈവശ്വാസിയുമാണ്. അതുകൊണ്ട് അതിനകത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ബലമാണ്, ചൈതന്യമാണ്. നമ്മുടെ പെയിനകത്തു നമ്മൾ പുറത്തു വരും. നമുക്ക് എൻകറേജ്മെൻറ്റ് ആണ്, എല്ലാമാണ്. ഈ തിരുവചനത്തോളം വരത്തില്ല ലോകത്ത് ഒരു പുസ്തകങ്ങളും. അപ്പോൾ ഓരോ മിഷണറിമാരുടെയും ലൈഫിൻ്റെ പുറകിൽ ഈ തിരുവചനമാണ് അവരെ ആ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചതും അവരുടെ ലൈഫ് കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമർപ്പണം അവരുടെ ഹൃദയത്തിലുണ്ടായതും അല്ലെങ്കിൽ മുൻപോട്ട് പ്രതിസന്ധികൾ ഓവർകം ചെയ്യാൻ അവർക്ക് ധൈര്യം കൊടുത്തതും ഒക്കെ ഈ തിരുവചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഈ വചനം എന്നും ഒരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും.